അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നൂറ ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ രീതിയിൽ ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിൽ വേദനിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വഷളാക്കാൻ കഴിയുമോ ആ രൂപത്തിലേക്കൊക്കെ വഷളാക്കിയിട്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. ഒരു വിജയത്തിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഒരാൾ ശരിയാണ് എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും ആളുകൾ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ള് നല്ലതാണ് എന്നുള്ളതാണ്. വിവരം ഉണ്ടാവില്ല, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് വലിയ വിവരമൊന്നുമില്ല, ഞാൻ ഒരുപാട് പഠിച്ച ആളൊന്നുമല്ല, ആലിമൊന്നുമല്ല. അൽഹംദുലില്ലാ, അതാണ് ഏറ്റവും വലിയ വിവരം. ഒരാൾക്ക് വിവരമില്ല എന്നുള്ളത് അയാൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവരം. ആർക്കവിടെ ഇത്ര വലിയ വിവരമുള്ള ആളുകളാരാ? ശരിക്ക് ഖുർആൻ ഓതാൻ അറിയുന്ന, തജ്വീദിൻ്റെ നിയമപ്രകാരം കൃത്യമായിട്ട് ശരിയായ രൂപത്തിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആരുള്ളത്? ആരുമില്ല. നമ്മളൊക്കെ ശരിക്കും ഖുർആൻ ഓതാൻ പഠിച്ചു എന്നൊക്കെ നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മളെ ഓത്ത് ശരിക്കും ഖുർആൻ ഓതാൻ അറിയുന്ന ആൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകളുണ്ടാവും, ഞാനടക്കം. അപ്പോൾ ആരും ഇവിടെ എല്ലാം കൊണ്ടും തികഞ്ഞ ആളുകൾ ആരുമില്ല. മാത്രവുമല്ല, എല്ലാം തികഞ്ഞ ആളുകൾ മാത്രം ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്താൽ മതിയോ? അല്ലാത്തവർ ഓതണ്ട എന്നാണോ പറഞ്ഞത്? നിങ്ങൾക്ക് ശരിയായ രൂപത്തിൽ ഖുർആൻ ഓതാൻ അറിയില്ല എങ്കിലും അറിയുന്നത് പോലെ നിങ്ങൾ ശരിയാക്കി വീണ്ടും തെറ്റിയാൽ വീണ്ടും നിങ്ങൾ ഓതണം. അങ്ങനെ ഓതുമ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ്. കാരണം ആ തെറ്റി ഓതിയത് അയാൾ മനഃപൂർവ്വം തെറ്റിച്ച് ഓതിയതല്ല, അയാൾക്ക് ഓതാൻ അറിയില്ല. പക്ഷേ എന്നാലും അയാൾ ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് പോകില്ല, അല്ല, ഇടയ്ക്ക് സ്റ്റോപ്പാവും, ചിലപ്പോൾ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, ബ്രേക്ക് ചവിട്ടും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് അയാൾ വണ്ടി ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് ഭാഗത്ത് പല തെറ്റുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഖുർആൻ ഓതാൻ അറിയാത്ത ആൾ അയാൾക്ക് കഴിയുന്ന രൂപത്തിൽ അറിയുന്ന രൂപത്തിൽ അയാൾ ഇങ്ങനെ തെറ്റുകൾ തിരുത്തി ഓതുമ്പോൾ അയാൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുകയാണ്. അപ്പോൾ ഓതാൻ പാടില്ല എന്നൊന്നുമില്ല. ഖുർആൻ ഓതാൻ അറിയാത്ത ആൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല വേണ്ടത്, അറിയുന്നത് പോലെ തെറ്റ് തിരുത്തി അങ്ങനെ ഓതിയിട്ട് പോകണം. അപ്പോൾ ഈ ഉസ്താദ് പറയുന്നുണ്ട്, തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് വലിയ ഇൽമൊന്നുമില്ല, ഞാൻ വലിയ ആലിമൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അദ്ദേഹത്തെ കുറ്റം പറയുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ഖുർആനിൻ്റെ കൃത്യമായ നിയമപ്രകാരം, തജ്വീദിൻ്റെ നിയമപ്രകാരം ഖുർആൻ ഓതാൻ അറിയുന്ന എത്ര ആളുകളുണ്ട്? ആർക്കവിടെ എന്ത് വിവരമുള്ളത്? ആർക്കില്ല. നമുക്ക് ആർക്കും ഇസ്ലാമിൻ്റെ ഇസ്ലാമിക പ്രകാരം നമുക്ക് ആർക്കും ഒരു വിവരമില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഈ പഠിച്ച ഉസ്താദുമാരെന്ന് പറയുന്ന 8-10 വർഷം അവർ എന്ത് പഠിച്ചു? അപ്പോൾ ആ പഠനം കൊണ്ടൊന്നും ഇസ്ലാമിക പഠനം ഇവിടെ തീരുന്നില്ല, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ കുറ്റം പറയുന്ന ആളുകൾക്ക് വിവരമില്ല എന്നുള്ള വിവരം പോലും ഇല്ല. അതിൻ്റെ പേര് ജഹലും മുറക്കബ് എന്നാണ്. ആ ഉസ്താദ് പലപ്പോഴും പരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെല്ലുമ്പോൾ തെറ്റുകൾ വരും, കാരണം എനിക്ക് വിവരമില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന്. അൽഹംദുലില്ലാ, അതാണ് ഏറ്റവും നല്ലത്. വിവരമില്ല എന്നുള്ളൊരു വിവരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അയാൾക്ക് വിവരം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിൽ ഫോൺ വിളിക്കുകയും പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് അയാളെ വഷളാക്കി, അയാളെ വേദനിപ്പിച്ചുകൊണ്ട് ആ വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അത് കുത്തിപ്പൊക്കിയ വ്യക്തി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹമാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം കുറിച്ചത്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ അദ്ദേഹം ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ടു. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഏറ്റുപിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മേലിൽ കുതിര കയറുകയാണ്. നമ്മളൊന്നും ചിന്തിക്കേണ്ട, അദ്ദേഹം ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ്, അത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്ന സ്ത്രീകൾ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, എന്ത് തെളിവാണ്? അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്, കുറ്റം പറയുന്ന ആളുകൾ തെളിവ് കൊണ്ടുവരട്ടെ എന്ന്. ആർക്കും ഒരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തും വിളിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്യുക, ഈ ഒരു മൊബൈൽ മതി. അതല്ലല്ലോ, നമ്മളൊരാളെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് തെളിവ് വേണം. തെളിവില്ലാതെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല. അല്ലാതെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് കിട്ടും എന്ന് കരുതിയിട്ട് നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആളുകളെ സപ്പോർട്ട് കിട്ടും, അതുകൊണ്ട് എന്താ കാര്യം? ആ വ്യക്തി പറഞ്ഞ കാര്യം സത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത് വലിയ തെറ്റല്ലേ? നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരല്ലേ? അതും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ ഈ ഉസ്താദ് അത് കുത്തിപ്പൊക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ റമദാൻ കഴിയും വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഏതായാലും ഞാൻ ചോദിക്കും, പിന്നെ ഉസ്താദ് പറഞ്ഞ വേറൊരു കാര്യം, ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പരസ്പരം സോഷ്യൽ മീഡിയയിൽ ഒരാളെ കൊത്തി വലിക്കുന്നത് ഈ ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ തെറ്റിദ്ധരിക്കൂലേ? മുസ്ലിങ്ങൾക്കിടയിൽ എപ്പോഴും തല്ലാണ്, അവരുടെ തല്ല് തീർന്ന നേരല്ല എന്ന നമ്മൾ ഇസ്ലാമിനെ പുറത്തുള്ള ആളുകൾ അങ്ങനെയല്ല ഇസ്ലാമിനെ വിലയിരുത്തുക, അവർ തെറ്റിദ്ധരിക്കൂലേ?
അപ്പോൾ ഈ തമ്മിൽ തല്ലാനുള്ള കാരണം തുടങ്ങി വെച്ച ആളാ നിങ്ങളാണ്. ഇത് തീർക്കേണ്ട ആദ്യം നമുക്കിടയിൽ തന്നെ തല്ല. എന്തിന്? അസൂയ, അല്ലാതെ എന്താ വേറെന്താ? അദ്ദേഹത്തിന് കുറച്ച് ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കുറച്ച് ആളുകളുണ്ട്, അല്ലെ അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇതിന് അസൂയ പൂണ്ട് കണ്ടാണ് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമായ റമദാൻ തുടക്കത്തിൽ തന്നെ ഈ രൂപത്തിൽ ഒരാളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ, ഒരാളെ എങ്ങനെയൊക്കെ വഷളാക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഉസ്താദ് റമദാൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് കുത്തിപ്പൊക്കിയതും. എന്തായാലും പടച്ച റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. ഈ പറയപ്പെട്ട സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ പറയുന്ന ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ ഈ സ്ത്രീകൾ ഇതുവരെ കഴിഞ്ഞു. എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു.